ഗുരുതര വീഴ്ച തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അവർ നൽകിയിരിക്കുന്ന പരാതിയിലും ഈ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. കഴിഞ്ഞ 27-നാണ് കാലിൽ ഒരു മുറിവ് പറ്റിയതുമായി ബന്ധപ്പെട്ട് സീനത്ത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. അതിനുശേഷം കൃത്യമായ മുറിവ് പരിപാലിച്ചാണ് ആശുപത്രി അധികൃതർ പോയിരുന്നത്. അങ്ങനെ ഇരിക്കെ 29-ാം തീയതിയോടുകൂടി റൂമിൽ നിന്ന് മുറിവിൽ ഡ്രസ്സ് ചെയ്യാനെന്ന് പറഞ്ഞ് നഴ്സുമാരെത്തി ഈ രോഗിയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ശേഷം തിരികെ എത്തുന്നു. അന്നു മുതൽ വലിയ വേദന ഈ സീനത്തിന് അനുഭവപ്പെടുന്നുണ്ട് എന്ന് മക്കളോട് പറയുന്നുണ്ട്. ഒപ്പം ഈ കാഷ്വാലിറ്റിയുടെ അകത്ത് നിന്ന് അമ്മ കരയുന്നത് കേൾക്കാനാവുന്നുണ്ട് എന്ന് മകളും പറയുന്നുണ്ട്. മകളും മകനുമാണ് ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരായി ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണ് സംഭവമെന്ന് ഇവർക്കറിയില്ല. എന്തിനാണ് കരയുന്നതെന്ന് അറിയില്ല. വേദന വലിയ തോതിലുണ്ട് എന്ന് മാത്രമാണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് 2 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ റൗണ്ട്സിനായി ഈ വാർഡിലെത്തിയപ്പോൾ ഈ മുറിവിൽ വെച്ച് കെട്ടിയിരിക്കുന്ന തുണികൾ എടുത്തു മാറ്റിയപ്പോഴാണ് ആ കാലിൽ 2 വിരലുകളില്ല എന്നുള്ള ആ ഒരു സംഭവം രോഗിയും ഒപ്പം കൂട്ടിരിപ്പുകാരായ മക്കളും അറിയുന്നത്. അത് ഇവരെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീഴ്ച. അഥവാ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും അത് മുറിച്ചു മാറ്റുന്നതിന് മുൻപ് തങ്ങളെ അറിയിക്കുക എന്നുള്ള പ്രാഥമിക കടമ പോലും ആശുപത്രി അതിരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. സ്വാഭാവികമായും ഇങ്ങനെ ഒരു കേസുമായി എത്തുമ്പോൾ ഒരു പേഷ്യന്റ് കൺസെന്റ് അല്ലെങ്കിൽ കുടുംബത്തിന്റെ കൺസെന്റ് രേഖ ഒപ്പിട്ട ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാവൂ എന്നുള്ളതാണ് ചട്ടം. അത്തരത്തിൽ ഒരു കൺസെന്റ് രേഖ രോഗി അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ അവർക്ക് നൽകുകയും ചെയ്യുന്നതാണ്. അന്ന് നൽകിയ ആ കൺസെന്റ് രേഖ അവരുടെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അതിൽ ഒരു ഒപ്പിടുകയോ ഒന്നും രേഖപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഈ കുടുംബമോ രോഗിയോ ഈ വിരലുകൾ മുറിച്ചു മാറ്റുന്നതോ ബന്ധപ്പെട്ട് ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ എത്തുമ്പോൾ മാത്രമാണ് ഇത് അറിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് ചോദ്യം ചെയ്തപ്പോൾ ഒരു സോറി പറഞ്ഞ് അതിൽ നിന്ന് ഒഴിയുകയാണ് ഈ ആശുപത്രി അധികൃതരും ഡോക്ടർമാരും ചെയ്തത് എന്നൊരു പരിഭവം കൂടി പറയുന്നുണ്ട്.